ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ടു പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. അടുത്തിടെ 27 പേരുടെ മരണത്തിനിടയാക്കിയ അനധികൃത കൽക്കരി ഖനനം നടന്ന തങ്സുഖു മേഖല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. അടുത്തിടെ 27 പേരുടെ മരണത്തിനിടയാക്കിയ അനധികൃത കൽക്കരി ഖനനം നടന്ന തങ്സുഖു മേഖല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്? ചേവായൂർ, കോഴിക്കോട്. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂര്, കോഴിക്കോട് ജില്ലയിലാണ്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേരള പോലീസ് നടപ്പാക്കിയ സൈബർ ഓപ്പറേഷൻ പി-ഹണ്ട്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേരള പോലീസ് നടപ്പാക്കിയ സൈബർ ഓപ്പറേഷൻ പി-ഹണ്ട്. ഡിജിറ്റൽ ആസക്തിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി കേരള പോലീസ് ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ DDAD. ഡിജിറ്റൽ ആസക്തിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി കേരള പോലീസ് ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ DDAD. 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത്? മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 ജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 ജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം സവിശേഷതകളാൽ ഒന്നിച്ച്, യുണൈറ്റഡ് ബൈ യൂണിക്. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം സവിശേഷതകളാൽ ഒന്നിച്ച്, യുണൈറ്റഡ് ബൈ യൂണിക്. 2026 ജനുവരിയിൽ ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് വേദിയായത് തിരുവനന്തപുരം. 2026 ജനുവരിയിൽ ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് വേദിയായത് തിരുവനന്തപുരം. അടിമത്വം നിയമവിധേയമാക്കാൻ പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ. അടിമത്വം നിയമവിധേയമാക്കാൻ പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി ഉദ്ഘാടനം ചെയ്തു. ഭാരത് ടാക്സിയിൽ ഡ്രൈവർമാരിൽ നിന്ന് കമ്മീഷനോ പ്ലാറ്റ്ഫോം ഫീസോ ഈടാക്കില്ല. ഉപഭോക്താക്കൾ നൽകുന്ന പണം നേരിട്ട് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് കൈമാറും. 4 ചക്ര, മുച്ചക്ര, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സേവനമാണ് ഭാരത് ടാക്സി. ഡൽഹി ട്രാഫിക് പോലീസ്, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, IFFCO, ടോക്കിയോ ഇൻഷുറൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എന്നിവ ഉൾപ്പെടെ 9 പ്രമുഖ സ്ഥാപനങ്ങളുമായി ഭാരത് ടാക്സി ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്. ലാഭത്തിന്റെ 80% ഡ്രൈവർമാർക്കും ശേഷിക്കുന്ന 20% ഭാരത് ടാക്സിയുടെ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായും വിനിയോഗിക്കും. 5 വർഷത്തിൽ ഒരിക്കലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക. ടാക്സി തൊഴിലാളികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 2 പ്രതിനിധികൾ ബോർഡിൽ അംഗമാവും. അപ്പോൾ രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമാണ് ഭാരത് ടാക്സി. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോം ഭാരത് ടാക്സി. വിട പറഞ്ഞു പോയവരാരൊക്കെയാന്ന് നോക്കാവേ. ഹ്യൂ ഗാൻസർ. സഞ്ചാര സാഹിത്യകാരനായ ഹ്യൂ ഗാൻസർ അന്തരിച്ചു. കേന്ദ്ര ടൂറിസം വികസന കോർപ്പറേഷന് വേണ്ടി കേരളത്തെക്കുറിച്ച് ഭാര്യ കോളിനൊപ്പം ചേർന്ന് പുസ്തകം രചിച്ചിട്ടുണ്ട്. ദൂരദർശന് വേണ്ടി 52 ഡോക്യുമെന്ററികൾ തയ്യാറാക്കി 30-ലധികം പുസ്തകങ്ങൾ രചിച്ചു. 2025 പത്മശ്രീ ലഭിച്ചു. അപ്പോൾ ഹ്യൂഗ് ഗാൻസർ, സഞ്ചാര സാഹിത്യകാരനായ ഹ്യൂ ഗാൻസർ അന്തരിച്ചു. ആൻഡ്രെ ബെയ്റ്റൽ. പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞൻ ആൻഡ്രെ ബെയ്റ്റൽ അന്തരിച്ചു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും സാമൂഹിക അസമത്വങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ വ്യക്തിയാണ്. കാസ്റ്റ് ആൻഡ് പവർ, ഇൻഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്,
ആന്റിനോമീസ് ഓഫ് സൊസൈറ്റി മുതലായ ഗ്രന്ഥങ്ങൾ രചിച്ചു. 2005 പത്മഭൂഷൺ ലഭിച്ചു. അപ്പോൾ പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞൻ ആൻഡ്രെ ബെയ്റ്റൽ അന്തരിച്ചു. മുകുൾ റോയ് മുൻ കേന്ദ്രമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ മുകുൾ റോയ് അന്തരിച്ചു. ഇന്ത്യയുടെ 32ാമത് റെയിൽവേ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. 2 തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം മുൻ കേന്ദ്രമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ മുകുൾ റോയ് ഫെബ്രുവരി 23 അന്തരിച്ചു. ഇന്ത്യയുടെ 32ാമത് റെയിൽവേ മന്ത്രിയായിരുന്നു മുകുൾ റോയ്. ഇദ്ദേഹം 2 തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് 2026 ജനുവരി 7 ഏത് രാജ്യമാണ് പിന്മാറിയത്? USA. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക ക്ഷേമത്തിനും പരമാധികാരത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവയാണ് ഈ സംഘടനകൾ എന്ന് കുറ്റപ്പെടുത്തിയാണ് പിന്മാറ്റം. ട്രംപ് സർക്കാരിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് നടപടി. യുഎന്നിന്റെ പ്രധാന കാലാവസ്ഥാ ഉടമ്പടികൾ, കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള ഇന്റർ ഗവൺമെന്റൽ പാനല്, UN സാമ്പത്തിക സാമൂഹിക സമിതി, UN പോപ്പുലേഷൻ ഫണ്ട് തുടങ്ങിയവ പട്ടികയിലുണ്ട്. ഇവയിൽ പലതിനും കൂടുതൽ സാമ്പത്തിക സഹായം നൽകി വരുന്നത് US ആണെന്നിരിക്കെ അവയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടേക്കാം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് 2026 ജനുവരി 7 ഏത് രാജ്യമാണ് പിന്മാറിയത്? USA. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അടുത്തിടെ ആരംഭിച്ച പദ്ധതികൾ: നാരങ്ങ മിഠായി, വിഷയാധിഷ്ഠിത ആഴ്ചകൾ. അപ്പൊ കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങ മിഠായി. ഓരോ ആശയം മുൻനിർത്തി വിദ്യാലയങ്ങളിൽ വിഷയാധിഷ്ഠിത ആഴ്ചകൾ ആചരിക്കുന്നതാണ് രണ്ടാമത്തേത്. ശകാരിക്കാത്ത വാരം, അഭിനന്ദന വാരം, ഡിജിറ്റൽ അടിമത്തം ഉപേക്ഷിക്കൽ വാരം, നന്ദി പ്രകടന വാരം തുടങ്ങിയവയാണ് ഈ പദ്ധതിയിൽ ഉള്ളത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അടുത്തിടെ ആരംഭിച്ച പദ്ധതികളാണ് നാരങ്ങ മിഠായി, വിഷയാധിഷ്ഠിത ആഴ്ചകൾ. എന്താണ് നാരങ്ങ മിഠായി? കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങ മിഠായി. കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങ മിഠായി. ഓരോ ആശയം മുൻനിർത്തി വിദ്യാലയങ്ങളിൽ വിഷയാധിഷ്ഠിത ആഴ്ചകൾ ആചരിക്കുന്നതാണ് രണ്ടാമത്തേത്. അതായത് വിഷയാധിഷ്ഠിത ആഴ്ചകൾ. ശകാരിക്കാത്ത വാരം, അഭിനന്ദന വാരം, ഡിജിറ്റൽ അടിമത്തം ഉപേക്ഷിക്കൽ വാരം, നന്ദി പ്രകടന വാരം തുടങ്ങിയവയാണ് ഈ പദ്ധതിയിലുള്ളത്. ഏതില്? വിഷയാധിഷ്ഠിത ആഴ്ചകളിൽ. ഏതൊക്കെയാണുള്ളത്? ശകാരിക്കാത്ത വാരം, അഭിനന്ദന വാരം, ഡിജിറ്റൽ അടിമത്തം ഉപേക്ഷിക്കൽ വാരം, നന്ദി പ്രകടന വാരം തുടങ്ങിയവയാണ് ഈ വിഷയാധിഷ്ഠിത ആഴ്ചകളിൽ പദ്ധതിയിലുള്ളത്. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? PSLV C-62. ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ പരീക്ഷ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? PSLV C-62. അപ്പം 2026 അതായത് ഈ വർഷത്തെ ISROയുടെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? PSLV C-62 ആണ് കേട്ടോ. വിദേശത്തു നിന്നുള്ളവ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങൾ വഹിച്ച ഈ ദൗത്യം പരാജയപ്പെട്ടു. ആദ്യത്തെ 2 ഘട്ടവും കൃത്യമായി പ്രവർത്തിച്ച ശേഷം 3-ാം ഘട്ടം പരാജയപ്പെടുകയായിരുന്നു. PSLVയുടെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയമാണിത്. 2025 മെയ് 18 നടന്ന PSLV 61 ദൗത്യവും സമാനമായ സാഹചര്യത്തിൽ പരാജയപ്പെട്ടിരുന്നു. 1993 തുടങ്ങിയ PSLVയുടെ കുതിപ്പുകളിൽ ഇതുവരെ 64 വിജയവും 4 പരാജയവും സംഭവിച്ചു. 2017 ഒറ്റ കുതിപ്പിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ലോക റെക്കോർഡ് നേടിയ റോക്കറ്റാണ് ഈ PSLV. തദ്ദേശീയമായി വികസിപ്പിച്ച 3-ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേധ മിസൈൽ DRDO മഹാരാഷ്ട്രയിലെ അഹല്യ നഗറിലുള്ള KK റേഞ്ചേഴ്സിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? PSLV C-62. തദ്ദേശീയമായി വികസിപ്പിച്ച 3-ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേധ മിസൈൽ DRDO മഹാരാഷ്ട്രയിലെ അഹല്യ നഗറിലുള്ള KK
റേഞ്ചേഴ്സിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERBയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി AK ബാലസുബ്രഹ്മണ്യൻ, പാലക്കാട് ഐരൂർ സ്വദേശിയാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERBയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? AK ബാലസുബ്രഹ്മണ്യൻ. ഇദ്ദേഹമാണ് കേട്ടോ, AK ബാലസുബ്രഹ്മണ്യൻ. ഈ AK ബാലസുബ്രഹ്മണ്യൻ ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERBയുടെ ചെയർമാനാണ് കേട്ടോ. ഇന്ത്യയിലെ പുതിയ US സ്ഥാനാപതി സെർജിയോ ഗോള്. ഇന്ത്യയിലെ പുതിയ US സ്ഥാനാപതി സെർജിയോ ഗോള്, ഇദ്ദേഹമാണ് സെർജിയോ ഗോള്. ഇന്ത്യയിലെ പുതിയ US സ്ഥാനാധിപതി ആണ് സെർജിയോ ഗോള്. മുൻ രാജ്യസഭാ അംഗം കൂടിയായ അടുത്തിടെ അന്തരിച്ച മലയാളി തോമസ് കുതിരവട്ടം, 80 വയസ്സ്. രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് നടന്ന വിവാദം സൃഷ്ടിച്ച ബോഫേഴ്സ് തോക്കിടപാടിനെ പറ്റി അന്വേഷിച്ച B ശങ്കര ആനന്ദ് അധ്യക്ഷനായ 30 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ അംഗമായിരുന്നു KG അടിയോടി, BV അബ്ദുള്ള കോയ എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ മറ്റ് 2 മലയാളികൾ. അപ്പോൾ എന്താണ്? മുൻ രാജ്യസഭാ അംഗം കൂടിയായ അടുത്തിടെ അന്തരിച്ച മലയാളി ആരാണ്? തോമസ് കുതിരവട്ടം. ഓക്കെ. അസാമാന്യ ബുദ്ധിവൈഭവം കൊണ്ട് മനുഷ്യകുലത്തെ അതിശയിപ്പിച്ച ജപ്പാനിലെ ചിമ്പാൻസി വിട ചൊല്ലി. പേര് ആയി. പ്രൈമറൈറ്റുകളുടെ ബുദ്ധിശക്തിയെക്കുറിച്ചുള്ള അന്വേഷണ ശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കിയ ഈ പെൺ ചിമ്പാൻസി 49-ാം വയസ്സിലാണ് വിട പറഞ്ഞത്. ആയി എന്നാൽ ജാപ്പനീസ് ഭാഷയിൽ സ്നേഹം എന്നാണ് അർത്ഥം. അസാമാന്യ ബുദ്ധിവൈഭവം കൊണ്ട് മനുഷ്യകുലത്തെ അതിശയിപ്പിച്ച ജപ്പാനിലെ ചിമ്പാൻസി വിട ചൊല്ലി. അതിൻ്റെ പേരാണ് ആയി. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവിൻ്റെ പേര് ബാസിലസ് സബ്റ്റിലിസ്. 2026 ജനുവരി 23-നാണ് കേരളം ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ചത്. ഇതോടെ സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കൂടിയായി കേരളം. മണ്ണിലും ജലത്തിലും ഭക്ഷണപദാർത്ഥങ്ങളിലും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കുടലിലും കാണപ്പെടുന്ന ഏറെ പഠനവിധേയമായ ബാക്ടീരിയയാണിത്. 2012 ഒക്ടോബർ 18 പ്രഖ്യാപിക്കപ്പെട്ട ലാക്ടോബാസിലസ് ഡെൽബ്രൂയിസ്കി സബ്സ് ബൾഗേറിയസ് ആണ് ഇന്ത്യയുടെ ദേശീയ സൂക്ഷ്മാണു. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു അഥവാ ബാക്ടീരിയയുടെ പേര് ബാസിലസ് സബ്റ്റിലിസ്. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. ഉൽക്കഥ എന്ന സാഹിത്യ വിമർശന കൃതിക്കാണ് പുരസ്കാരം. മഹാകവി G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഈ പുരസ്കാരം 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഏതോ ഒരു റീസെൻ്റ്ലി നടന്ന പരീക്ഷയ്ക്ക് ഇതിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ്. കൃതി ഏതാണ്? ഉൽക്കഥ എന്ന സാഹിത്യ വിമർശന കൃതിക്കാണ് പുരസ്കാരം. എൻ്റെ ഓർമ്മ കൃതിയായിരുന്നു തോന്നി, ഉൽക്കഥ. അപ്പോൾ 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. ഉൽക്കഥ എന്ന സാഹിത്യ വിമർശന കൃതിക്കാണ് പുരസ്കാരം. നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ഗ്രോക്കിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ. യാഥാർത്ഥ്യമെന്ന് തോന്നും വിധമുള്ള വ്യാജ അശ്ലീല ചിത്രങ്ങൾ ഡീപ്പ് ഫേക്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ പേരിലാണ് വിലക്ക്. നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ഗ്രോക്കിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളാണ് മലേഷ്യ, ഇന്തോനേഷ്യ. 2026 അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഫെസ്റ്റിവൽ കൈറ്റ് ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗുജറാത്ത്. 2026 അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഫെസ്റ്റിവൽ അതായത് കൈറ്റ് ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗുജറാത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO 2026 ജനുവരി 14 മുതൽ എവിടേക്കാണ് മാറ്റിയത്? സെൻട്രൽ വിസ്തയിലേക്ക്. സ്വാതന്ത്ര്യപ്രാപ്തി മുതൽ സൗത്ത് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ആണ് മാറ്റിയത്. സേവാതീർത്ത് 1 എന്നാണ് പേര്. സെൻട്രൽ വിസ്തയിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ മാറ്റിയ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് സേവാതീർത്ത് 2 എന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഓഫീസ് സേവാതീർത്ത് 3 എന്നുമാണ് അറിയപ്പെടുന്നത്. എല്ലാ ഓഫീസുകളും മാറ്റുന്നതോടെ സൗത്ത് ബ്ലോക്ക് മ്യൂസിയം ആക്കി മാറ്റും. അപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO 2026 ജനുവരി 14 മുതൽ എവിടേക്കാണ് മാറ്റിയത്? സെൻട്രൽ വിസ്തയിലേക്ക്. സ്വാതന്ത്ര്യ പ്രാപ്തി മുതൽ സൗത്ത് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് മാറ്റിയത്.
സേവാതീർത്ത് 1 എന്നാണ് പേര്. അപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMOയുടെ പുതിയ പേരാണെന്ത്? സേവാതീർത്ത് 1. അതെങ്ങോട്ടാണ് മാറ്റിയത്? സെൻട്രൽ വിസ്തയിലേക്ക് കേട്ടോ. സെൻട്രൽ വിസ്തയിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ മാറ്റിയ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് സേവാതീർത്ത് 2 എന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസ് സേവാതീർത്ത് 3 എന്നുമാണ് അറിയപ്പെടുക. എല്ലാ ഓഫീസുകളും മാറ്റുന്നതോടെ സൗത്ത് ബ്ലോക്ക് മ്യൂസിയമാക്കി മാറ്റും. താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP ചെയർമാൻ താരിഖ് റഹ്മാൻ ചുമതലയേറ്റു. പാർലമെന്റ് സമുച്ചയത്തിലെ സൗത്ത് പ്ലാസയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇന്ത്യയുടെ പ്രതിനിധിയായി സ്പീക്കർ ഓം ബിർള പങ്കെടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ്? താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP ചെയർമാൻ താരിഖ് റഹ്മാൻ ചുമതലയേറ്റു. അപ്പം നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ആണേ, ഓർത്തു വെച്ചോണം കേട്ടോ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി നിലവിലെ താരിഖ് റഹ്മാൻ. പാർലമെന്റ് സമുച്ചയത്തിലെ സൗത്ത് പ്ലാസയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അപ്പം ബംഗ്ലാദേശിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് ഷഹാബുദ്ദീൻ. അപ്പം അതും കൂടി ഓർത്തു വെച്ചോണം. ബംഗ്ലാദേശിലെ നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ്. ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് സ്പീക്കർ ഓം ബിർള പങ്കെടുത്തു. ഓക്കെ, മണിപ്പൂരി ചിത്രത്തിന് ബാഫ്ത പുരസ്കാരം. 2026 ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ബാഫ്ത മണിപ്പൂരി ചിത്രത്തിന് ലഭിച്ചു. ലക്ഷ്മിപ്രിയ ദേവി സംവിധാനം ചെയ്ത ബൂങ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച കുട്ടികൾക്കുള്ള ചിത്രമായാണ് ബൂങ്ങിനെ തിരഞ്ഞെടുത്തത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. ഈ ചിത്രത്തിന്റെ സംവിധായകനായ പോൾ തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി. മണിപ്പൂരി ചിത്രത്തിന് ബാഫ്ത പുരസ്കാരം. 2026 ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ബാഫ്ത മണിപ്പൂരി ചിത്രത്തിന് ലഭിച്ചു. ലക്ഷ്മിപ്രിയ ദേവി സംവിധാനം ചെയ്ത ബൂങ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച കുട്ടികൾക്കുള്ള ചിത്രമായാണ് ബൂങ്ങിനെ തിരഞ്ഞെടുത്തത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. ഈ ചിത്രത്തിന്റെ സംവിധായകനായ പോൾ തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി. അപ്പൊ എന്താണ്? 2026 ബാഫ്ത പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2026 ബാഫ്ത ഫിലിം അവാർഡിന് പുരസ്കാരം ലഭിച്ച മികച്ച കുട്ടികൾക്കുള്ള ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ബൂങ് ആണ് കേട്ടോ. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതാണ്? മണിപ്പൂരി ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. മണിപ്പൂരി ചിത്രത്തിന് ബാഫ്ത അവാർഡ് ലഭിച്ചു. അതാണ് ഏതാണ്? ബൂങ്. ബൂങ് എന്ന് പറയുന്നത് എന്താണ്? മികച്ച കുട്ടികൾക്കായുള്ള ചിത്രമായിട്ടാണ് ഈ ബൂങ്ങിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ്? ബാഫ്ത പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. മണിപ്പൂരി ചിത്രത്തിന് ബാഫ്ത പുരസ്കാരം, അതായത് ഈ ലക്ഷ്മിപ്രിയ ദേവി സംവിധാനം ചെയ്ത ബൂങ് എന്ന മണിപ്പൂരി ചിത്രത്തിന് ബാഫ്ത പുരസ്കാരം ലഭിച്ചു. മികച്ച കുട്ടികൾക്കുള്ള ചിത്രമായിട്ടാണ് ഈ ബൂങ്ങിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് കേട്ടോ. അപ്പം 2026 ബാഫ്ത പുരസ്കാരം നേടിയിരിക്കുന്ന മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ സംവിധായകനായ പോൾ തോമസ് ആൻഡേഴ്സണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അതാണ് ഇങ്ങനെ എപ്പോഴും കുറേ പ്രാവശ്യം പറഞ്ഞത് കേട്ടോ. ബാഫ്ത പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. അതുപോലെ മികച്ച കുട്ടികൾക്കായുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബൂങ്ങിനെയാണ്. ആ ബൂങ് എന്ന് പറയുന്നത് മണിപ്പൂരി ചിത്രമാണ്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മിപ്രിയ ദേവിയാണ്. അതുപോലെ 2026 ബാഫ്ത പുരസ്കാരം ലഭിച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ഓക്കെ, പശുക്കൾക്കായി ദേശീയ മ്യൂസിയം. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം ഉത്തർപ്രദേശിലെ മഥുരയിൽ ഒരുങ്ങുന്നു. അപ്പോൾ പശുക്കൾക്കായുള്ള ദേശീയ മ്യൂസിയം എവിടെയാണ്? ഉത്തർപ്രദേശിലെ മഥുരയിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് മ്യൂസിയത്തിന്റെ നിർമ്മാണം. രാജ്യത്തെ പ്രധാന കന്നുകാലികളെ
കന്നുകാലി ഇനങ്ങളെയും വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മ്യൂസിയത്തിന്റെ ഭാഗമായി ഉണ്ടാവും. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും വിവരങ്ങൾ അടങ്ങിയ പ്രദർശനങ്ങൾ മ്യൂസിയത്തിൽ ഉണ്ടാവും. പരമ്പരാഗത പശുപരിപാലനവും ആധുനിക ശാസ്ത്ര ഗവേഷണങ്ങളും ഒരു കുടക്കീഴിലാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പശുക്കൾക്കായി ദേശീയ മ്യൂസിയം. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം ഉത്തർപ്രദേശിലെ മഥുരയിൽ ഒരുങ്ങുന്നു. നദിക്കടിയിലെ ഇരട്ടക്കുഴൽ തുരങ്കപാത. രാജ്യത്താദ്യമായി നദിക്കടിയിലൂടെയുള്ള ഇരട്ടക്കുഴൽ തുരങ്കപാത അസമിലെ ബ്രഹ്മപുത്ര നദിയിൽ വരുന്നു. നദിക്കടിയിലൂടെ 15.79 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് റെയിൽ തുരങ്കപാതയാണ് നിർമ്മിക്കുക. വെള്ളത്തിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തിലെ രണ്ടാമത്തേതുമായ പദ്ധതിയാണിത്. റോഡും റെയിലും വെള്ളത്തിനടിയിലൂടെ നിർമ്മിക്കും. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. 18,662 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വടക്കുകിഴക്കൻ മേഖലകളിലെ സഞ്ചാര ദൂരം ഗണ്യമായി കുറയ്ക്കാൻ പദ്ധതിയിലൂടെ സാധിക്കും. അപ്പം നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ തുരങ്കപാത. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെയുള്ള ഇരട്ടക്കുഴൽ തുരങ്കപാത അസമിലെ ബ്രഹ്മപുത്ര നദിയിൽ വരുന്നത്. റഷ്യയിൽ വാട്സാപ്പ് നിരോധിച്ചു. പ്രാദേശിക നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് മെറ്റ പ്ലാറ്റ്ഫോമുകളുടെ ഉടമസ്ഥതയിൽ US ആസ്ഥാനമായുള്ള മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സാപ്പിനെ റഷ്യ പൂർണ്ണമായി നിരോധിച്ചു. പകരം സർക്കാർ പിന്തുണയോടെയുള്ള മാക്സ് മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു. റഷ്യയുടെ ഡിജിറ്റൽ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമായ ഗോസുൽഗ്ലി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സേവനങ്ങളുമായി സംയോജിപ്പിക്കുന്ന ദേശീയ മെസ്സഞ്ചറായാണ് സർക്കാർ മാക്സിനെ കാണുന്നത്. റഷ്യയിൽ വാട്സാപ്പ് നിരോധിച്ചു. സന്തോഷ് ട്രോഫി കിരീടം സർവീസസിന്. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ സർവീസസ് ജേതാക്കളായി. ഫൈനലിൽ കേരളത്തെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചത് അഭിഷേക് പവാറാണ് വിജയ ഗോൾ നേടിയത്. സർവീസസിന്റെ 8ാം കിരീടമാണിത്. തുടർച്ചയായ 2ാം തവണയാണ് കേരളം ഫൈനലിൽ പരാജയപ്പെടുന്നത്. സന്തോഷ് ട്രോഫി കിരീടം സർവീസസിനാണ്. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ സർവീസസ് ജേതാക്കളായി. സംസ്ഥാന കലാപുരസ്കാരങ്ങൾ. 2023-2024 വർഷത്തെ കലാപുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വാദ്യകലാരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരത്തിന് പ്രശസ്ത തിമില കലാകാരൻ ചോറ്റാനിക്കര വിജയൻ മാരാർ അർഹനായി. സംസ്ഥാന കലാപുരസ്കാരങ്ങൾ. 2023-2024 വർഷത്തെ സംസ്ഥാന കലാപുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വാദ്യകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരത്തിന് തിമില കലാകാരൻ ചോറ്റാനിക്കര വിജയൻ മാരാർ അർഹനായി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്